നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എജ്യൂടെക്. PSC അടുത്തിടെ ചോദിച്ച ജോഗ്രഫി ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളുടെയും ഡിസ്കഷനാണ്. ഒറ്റ ക്ലാസ്സിൽ നിന്ന് തന്നെ 2-3 മാർക്ക് കിട്ടുന്ന രീതിയിലാണ് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മിക്ക ഫാക്ട്സും പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ കിഴക്കൻ തീര സമതലവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഡെൽറ്റകൾ കാണപ്പെടുന്നു. സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ തീര സമതലമാണ്. അപ്പൊ തീരസമതലങ്ങൾ, ഇന്ത്യയുടെ തീരസമതലത്തെ എത്രയായി തരംതിരിക്കാം? 2ആയിട്ട് തരംതിരിക്കാം. എങ്ങനെയൊക്കെ? പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീരസമതലം. ഇപ്പൊ ഇന്ത്യയുടെ തീരസമതലത്തെ എത്രയായി തരംതിരിക്കാം? 2ആയി തരംതിരിക്കാം. പടിഞ്ഞാറൻ തീരസമതലം എന്നും കിഴക്കൻ തീര സമതലം എന്നും. ഇന്ത്യൻ തീരപ്രദേശത്തിന്റെ ഏകദേശ നീളം എത്രയാണ്? 6100 കിലോമീറ്റർ ആണ്. 6100 കിലോമീറ്റർ ആണ് ഇന്ത്യൻ തീരപ്രദേശത്തിന്റെ ഏകദേശ നീളം. അപ്പോൾ ഈ പടിഞ്ഞാറൻ തീരസമതലവും കിഴക്കൻ തീരസമതലവും തമ്മിലുള്ള വ്യത്യാസം എന്ത്? പടിഞ്ഞാറൻ തീരസമതലം അറബിക്കടലിനും പശ്ചിമഘട്ടത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. കിഴക്കൻ തീരസമതലോ ബേ ഓഫ് ബംഗാളിനും പൂർവഘട്ടം എന്നാൽ ഈസ്റ്റേൺ ഗഡ്സിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത് എവിടം മുതൽ എവിടം വരെ? റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത്. കിഴക്കൻ തീരസമതലമോ സുന്ദരവന പ്രദേശം മുതൽ കന്യാകുമാരി വരെയാണ് കിഴക്കൻ തീരസമതലം വ്യാപിച്ചു കിടക്കുന്നത്. പടിഞ്ഞാറൻ തീരസമതലം കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നുണ്ട്. നമ്മുടെ കേരളമൊക്കെ എവിടെയാണ് വരുന്നത്? ഈ പടിഞ്ഞാറൻ തീരസമതല പ്രദേശത്താണ് വരുന്നത്. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു. കിഴക്കൻ തീരസമതലമോ ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് എവിടെയാണ്? ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീര സമതലത്താണ്. ഇനി പടിഞ്ഞാറൻ തീരസമതലം താരതമ്യേന വീതി കുറവാണ്. കുറവാണ്. ഇവിടെയാണെങ്കിൽ താരതമ്യേന വീതി കൂടുതലാണ്. അപ്പൊ നമ്മുടെ ഹർഷിതം എജ്യൂടെക് ആപ്പിൽ ഈ വർഷം നടക്കാനിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയായ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിൽ ഫുൾ സിലബസ് കവറേജ് ആയിട്ടുള്ള ക്ലാസ് ആണ്. വളരെ തുച്ഛമായിട്ടുള്ള ഫീസിൽ നിങ്ങൾക്ക് കിട്ടുന്നത്. സ്റ്റഡി പ്ലാനോട് കൂടിയാണ്. അപ്പൊ ടൈം ടേബിൾ വൈസ് ക്ലാസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ തന്നെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് വീക്ക് 1 ആദ്യത്തെ വീക്കിലെ ടൈം ടേബിൾ, അതിൽ ആദ്യത്തെ വീക്കിൽ 5 ദിവസം, ഡേ 1, ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5. ഡേ 1 എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് കൊടുത്തിട്ടുണ്ട്. ഡേ 2, ഡേ 3, ഡേ 4, ഡേ 5. ഈ 5 ദിവസം നിങ്ങൾ പഠിച്ചിട്ട് 2 ദിവസം റിവൈസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങൾ പഠിച്ചു. ശനി ഞായറും റിവൈസ് ചെയ്യുക. ഞായറാഴ്ച രാത്രി അറ്റൻഡ് ചെയ്യാനുള്ള ടെസ്റ്റും ഞാൻ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ വീക്ക് 1, വീക്ക് 2 ആയിട്ട് ഞാൻ ഓൾറെഡി അതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതൊരു ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, പുതിയ SCERT 5, 7, 9 ക്ലാസ്സുകളിലെ SCERT പാഠപുസ്തകങ്ങളിലെ വസ്തുതകൾ ചാപ്റ്റർ വൈസ് ആയിട്ട് തന്നെയാണ് എടുക്കുന്നത്. എല്ലാം ഈ ഒരൊറ്റ കോഴ്സിൽ നിങ്ങൾക്ക് തുച്ഛമായ ഫീസിൽ എക്സാം കഴിയുന്നത് വരെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഹർഷിതം എജ്യൂടെക് ആപ്പിലാണ് ക്ലാസ് വരുന്നത്. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് മാത്രമല്ല, ഫയർമാന്റെ ബാച്ച് നടക്കുന്നു. ജനറൽ PSC, അതുപോലെ ഇനി വരാനിരിക്കുന്ന കമ്പനി LGS, ബെവ്കോ LD, VFA മുതലായ ബാച്ചുകളിൽ ഒരുപാട് ബാച്ചുകൾ നമ്മുടെ ആപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. എല്ലാം വളരെ തുച്ഛമായിട്ടുള്ള ഫീസിലാണ് കേട്ടോ. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ പ്ലേ സ്റ്റോറിൽ ഹർഷിതം എജ്യൂടെക് എന്ന് സെർച്ച് ചെയ്താലും നമ്മുടെ ആപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പടിഞ്ഞാറൻ തീര സമതലത്തിൽ ഉൾപ്പെടുന്നത് ഗുജറാത്ത് തീര സമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം. അപ്പൊ ഗുജറാത്ത് തീരസമതലം, കൊങ്കൺ തീരസമതലം, മലബാർ തീരസമതലം എന്നിങ്ങനെ പടിഞ്ഞാറൻ തീരസമതലത്തെ തിരിക്കാം. കിഴക്കൻ തീരസമതലമോ കോറമണ്ടൽ തീരസമതലം, വടക്കൻ സിർക്കാർസ് തീരസമതലം എന്നിങ്ങനെ തിരിക്കാം. കോറമണ്ടൽ തീരസമതലം എന്നും വടക്കൻ സിർക്കാർസ് തീരസമതലം എന്നും കിഴക്കൻ തീരസമതലത്തെ തിരിക്കാം. ഓർക്കുക. അപ്പോൾ വടക്കൻ മലബാർ തീരം എന്നറിയപ്പെടുന്നത് ഏതാ? കർണാടകയാണ്.
വടക്കൻ മലബാർ തീരം എന്നറിയപ്പെടുന്നത് കർണാടക. കൃഷ്ണ കാവേരി നദികളുടെ തെക്കുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീര സമതലം അറിയപ്പെടുന്നത് കോറമണ്ടൽ തീരം എന്നതാണ്. കോറമണ്ടൽ തീരം. PSC മുൻവർഷം ചോദിച്ചൊരു ചോദ്യമാണ്. കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീര സമതലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പൊ കേരളത്തിന്റെ തീരപ്രദേശം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മലബാർ തീര സമതലം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം ഏതാണ്? മലബാർ തീര സമതലമാണ് ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം. പടിഞ്ഞാറൻ തീരപ്രദേശത്തിന്റെ തെക്ക് ഭാഗം ഏതാണ്? മലബാർ തീരമാണ്. മലബാർ തീരം. ഈ ഗുജറാത്ത് തീരപ്രദേശത്തിന്റെ മറ്റൊരു പേരെന്താ? കച്ച് കത്തിയാവാർ തീരം. കച്ച് കത്തിയാവാർ തീരം എന്നതാണ് ഗുജറാത്ത് തീരപ്രദേശത്തിന്റെ മറ്റൊരു പേര്. കോറമണ്ടൽ തീരത്ത് കാണപ്പെടുന്ന പ്രധാന മണ്ണ് ഏതാണെന്ന് ചോദിച്ചാൽ എക്കൽ മണ്ണാണ്. എക്കൽ മണ്ണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകത്തിന്റെ വടക്കൻ തീരപ്രദേശം ഏതു പേരിൽ അറിയപ്പെടുന്നു? കൊങ്കൺ തീരമാണ്. മഹാരാഷ്ട്ര, ഗോവ, കർണാടകത്തിന്റെ വടക്കൻ തീരപ്രദേശം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? കൊങ്കൺ തീരം. കൊങ്കൺ തീരം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റു അഥവാ ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയാണ് മൗണ്ട് കേറ്റു. മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? POK എന്നാൽ പാക് ഓക്കുപൈഡ് കാശ്മീർ. പാക് അധിനിവേശ കാശ്മീരിലാണ് മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത്. ദാബ്സാങ് എന്നറിയപ്പെടുന്ന പർവ്വതനിര ഏതാണ്? മൗണ്ട് കേറ്റു ആണ് ദാബ്സാങ് എന്നറിയപ്പെടുന്നത്. പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാ? കാഞ്ചൻജംഗ. കാഞ്ചൻജംഗയാണ് പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. സിക്കിമിലാണ് സ്ഥിതി ചെയ്യുന്നത്. സിക്കിം. അടുത്ത ചോദ്യം, ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി. ഒരു 100 തവണ ചോദിച്ചിട്ടുണ്ട്. ഗോദാവരി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാ? ഗോദാവരിയാണ്. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്ന നദി. ഗോദാവരിയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെ? ഇന്ദ്രാവതി, പ്രാണഹിത, മഞ്ചീര, പെൻഗംഗ. ഇന്ദ്രാവതി, പ്രാൺഹിത, മഞ്ചീര, പെൻഗംഗ എന്നിവ ഗോദാവരിയുടെ പ്രധാന പോഷക നദികളാണ്. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാ? അതും ഗോദാവരി. വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഗോദാവരി. ദക്ഷിണഗംഗ ഗോദാവരി, വൃദ്ധഗംഗ ഗോദാവരി. ഏറ്റവും നീളം കൂടിയ ഉപദ്വീപീയ നദി ഏതാണ്? ഗോദാവരി. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരി. അടുത്ത ചോദ്യം, കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ഏത്? മുംബൈ ആണ് കോട്ടണോപോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് കോട്ടൺ ആണ്. കോട്ടൺ അഥവാ പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ പരുത്തി തുണി വ്യവസായം. പരുത്തി തുണി വ്യവസായമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം. ഇപ്പോൾ ഗോൾഡൻ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ്? സുവർണ നാര്, ചണം. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാ? പരുത്തി, കോട്ടൺ. ഇനി ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണിമില്ല് സ്ഥാപിതമായത് എവിടെയാണ്? 1818 കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിൽ. കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിൽ 1818 ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണിമില്ല് സ്ഥാപിതമായത്. വൻതോതിൽ പരുത്തി തുണി ഉൽപാദനം ആരംഭിച്ചത് എവിടെ? മുംബൈയിലാണ്. വർഷം 1854. 1854. അപ്പൊ മുംബൈയെ എന്തുകൊണ്ട് കോട്ടണോപോളിസ് എന്ന് വിളിക്കുന്നു? ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപാദന കേന്ദ്രം ഏതാണ്? മുംബൈ ആണ്. അതുകൊണ്ടാണ് കോട്ടണോപോളിസ് എന്ന് മുംബൈയെ വിളിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെ സ്ഥിതി ചെയ്യുന്ന ദേശീയ ജലപാത ഏതാണ്? ദേശീയ ജലപാത 3 ആണ്. ദേശീയ ജലപാത 3. ദേശീയ ജലപാത 3ന്റെ മറ്റൊരു പേരെന്താ? വെസ്റ്റ് കോസ്റ്റ് കനാൽ. വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നതാണ് ദേശീയ ജലപാത 3ന്റെ മറ്റൊരു പേര്. കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ. ഇപ്പോൾ കോഴിക്കോട് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ SCRTയിൽ കോട്ടപ്പുറം വരെ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ദേശീയ ജലപാത 1 ഗംഗാ നദിയിൽ സ്ഥിതി ചെയ്യുന്നു. അലഹാബാദ് മുതൽ ഹാൽദിയ വരെ. ഇതൊക്കെ ഉറപ്പായിട്ടുള്ള ചോദ്യങ്ങളാണ്. ദേശീയ ജലപാത 2 ബ്രഹ്മപുത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്നു. സാദിയ മുതൽ ധൂബ്രി വരെ. ദേശീയ ജലപാത 3 കേരളത്തിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ. ദേശീയ ജലപാത 4 ഗോദാവരി, കൃഷ്ണ,
കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനാട് മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ് ദേശീയ ജലപാത 4. ദേശീയ ജലപാത 5 പൂർവ്വതീര കനാലുമായി ബന്ധിപ്പിച്ചുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ നദീ വ്യവസ്ഥയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇത് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് ഫാക്ട്സ് പറഞ്ഞിട്ടുണ്ട്. ഈ 5 ചോദ്യങ്ങൾ തന്നെ നിരവധി തവണ ചോദിക്കുന്നുണ്ട്. അതിന്റെ ഫാക്ട്സും എപ്പോഴും ചോദിക്കുന്നതാണ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ ഹർഷദം എഡ്യൂടെക് ആപ്പിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുൾ സിലബസ് കവർ ചെയ്തിട്ടുള്ള ക്ലാസ്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് റിലേറ്റഡ് ഫാക്ട്സ്, അതുപോലെ ഷോർട്ട് കറണ്ട് അഫയേഴ്സ്, മന്ത്ലി കറണ്ട് അഫയേഴ്സ് ഒക്കെ, പുതിയ SCRT ഒക്കെ നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.